സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യണത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പായി. നാട്ടിൽ പോയി വന്നതിന് ശേഷം പല ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്തുപറ്റി വീഡിയോസ് ഒന്നും ചെയ്യാത്ത യൂട്യൂബ് ചാനൽ നിർത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നാട്ടിൽ പോയി വന്നതിന് ശേഷം എന്താ പറയുക, വീടൊക്കെ ശരിക്കും പറഞ്ഞാൽ അടച്ചിലിട്ടുണ്ടായിരുന്നത് ഒരു 3.5 മാസത്തോളം. അപ്പോൾ അലർജിയുടെ ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം വീണ്ടും കണ്ണിന് പ്രശ്നം വന്നു. കണ്ണിന് എന്താ പറയുക, അലർജിയുടെ തന്നെ സെയിം ഇച്ചിങ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ഐ ഡ്രോപ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐ ഡ്രോപ്സ് ഒരു 6 നേരമൊക്കെ ഉണ്ടായിരുന്നു, 2 ഐ ഡ്രോപ്സ് ആയിട്ട്. അപ്പോൾ ആ ഒരു ഐ ഡ്രോപ്സ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ഉറക്കമായിരുന്നു. ആക്ച്വലി ഞാൻ ഡോക്ടറുടെ അടുത്ത് സംസാരിച്ച സമയത്ത് ഐ ഡ്രോപ്സ് കഴിക്കുമ്പോൾ അങ്ങനെ ഉറക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഐ ഡ്രോപ്സ് രാത്രി മാത്രം ആക്കി, അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. ഞാൻ ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യണത് ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണി അല്ലെങ്കിൽ പ്രോൺസ് ബിരിയാണി, ദം ബിരിയാണിയാണ് നമ്മൾ ചെയ്യണത്. അതായത് മസാലകളൊന്നും ഇല്ലാതെ നല്ല ചെമ്മീൻ്റെ ഫ്ലേവറോട് കൂടി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ദം ബിരിയാണി ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം വെയിനൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും വെയിനൊക്കെ കളയാട്ടോ. ഇതിലിപ്പോൾ ഇതിൻ്റെ ഒരു തലയുടെ ഭാഗം കൂടി ഉണ്ട്, വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ. ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നിറയണ ഇടുന്നത്, 2 ടീസ്പൂൺ അതിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇടാം. വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാട്ടർ കണ്ടന്റ് തീരില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് തെളിച്ച് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനൊരു വാട്ടർ കണ്ടന്റ് ഉണ്ട്. കുറച്ച് മസാല മതി ഈ ഒരു സമയത്ത്. നമ്മളിത് ഓവറായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക, അത്രയേ ഉള്ളൂ. മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ഈ ഒരു ചെമ്മീൻ ഇവിടെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂർ നമുക്കിത് ഇതുപോലെ മാറ്റി വയ്ക്കാം. വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം കേട്ടോ. പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പോളം അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. സവാള, കാഷ്നട്ട്, കിസ്മിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 15-20ഓളം കാഷ്നട്ടാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു കേട്ടോ. കാഷ്നട്ടിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 ടേബിൾ സ്പൂണൊക്കെ മതിയോ. ഇട്ടൊന്ന് വീർത്ത് വന്നോട്ടെ. നന്നായിട്ട് വീർത്ത് വന്നിട്ട് നമുക്കിത് കോരി മാറ്റാം. ഇനി മാറ്റി വയ്ക്കാം. സെയിം എണ്ണയിലേക്ക് നമുക്കൊരു 4 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടോ. ഫ്രൈ ആയിട്ട് വരട്ടെ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ജീര റൈസിന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജീരകശാല അരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൈമ റൈസ്, ബസ്മതി റൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. രണ്ടും നന്നായിട്ട് തന്നെ വരും. ഇതിനു മുമ്പ് ഞാനൊരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബസ്മതി റൈസ് ആയിരുന്നു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 250 ml കപ്പിൽ 3 കപ്പ് അളവിൽ കൈമ റൈസ് നമുക്ക് കഴുകിയെടുക്കാം. ഇത് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വറക്കുന്ന ഒരു എണ്ണയുണ്ടല്ലോ, ഓണിയൻ വറക്കണ ഒരു എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലെടുക്കാം കേട്ടോ. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കോലം ഇട്ട് കൊടുക്കാം. ഏലക്കായ, അമ്പു, അതുപോലെ ഇത്രയും വലുപ്പത്തിലൊരു കഷ്ണം കറുകപ്പട്ട കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ലീവ്സ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഈ ഒരു ഹോൾ സ്പൈസസിന്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നെയ്യുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. പിന്നെ റൈസിന് വേണ്ടിയിട്ടാണ്, ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ നെയ്ച്ചോറ് എന്നുള്ള ഒരു രീതിയിലല്ല ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നെയ്ച്ചോറ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ അളവിൽ നമ്മൾ നെയ്യൊക്കെ ഉപയോഗിക്കും.
പിന്നെ സവാളയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുക. ഒരു കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്ത ജീര റൈസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ഈ ഒരു അരി നെയ്യിൽ കിടന്ന് ഒന്ന് മിക്സ് ആയിട്ട് വരണം, അത്രയേ വേണ്ടൂ. ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു എന്താ പറയുക ജീര റൈസിൻ്റെ കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരി ഞാൻ എടുത്തപ്പോൾ ഇതിലേക്ക് 4.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അളന്നിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം, അപ്പോഴായിരിക്കും അരിയൊക്കെ വെന്ത് വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി വേവിച്ചെടുക്കാൻ മതി. വെന്ത് കുഴഞ്ഞ് വരേണ്ട ആവശ്യമില്ല. നമ്മളിതിന് ദം ചെയ്തെടുക്കും. കണ്ടോ, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റാം. അറിക്കോളുണ്ടോ സവാള വറുത്തതൊക്കെ അത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് നമ്മൾ ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കാൻ പോണത്. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ ചുരുങ്ങി വരുമല്ലോ. പറഞ്ഞു നോക്കാം. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ റൈസ് കുഴഞ്ഞു പോകും. മിക്സ് ചെയ്ത് നോക്കാം. വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തിനേക്കാളും കൂടുതൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ദം ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ ഒന്നും കൂടി വെന്തോന്നോ. ഇത് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ അടച്ച് മാറ്റി വയ്ക്കാം. ഒന്ന് കുക്കായിട്ട് വന്നോളൂ. മീനൊക്കെ കണ്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി കേട്ടോ. നമുക്ക് കോരി മാറ്റാം. ഒരുപാട് വേവൊന്നുമില്ലല്ലോ. നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കണം. അപ്പൊ നമ്മൾ ഈ ചെമ്മീനൊക്കെ വറുത്തെടുത്തില്ലേ, ചെമ്മീനും സവാളയൊക്കെ വറുത്തെടുത്ത ഈ എണ്ണയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുക്കുന്നത്. ഈ ചെമ്മീൻ്റെ ഫ്ലേവേഴ്സ് ഉണ്ടാവും, അതുപോലെ ആ ഒരു സവാളയുടെ ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടാവും. 3 ടേബിൾ സ്പൂൺ മാത്രം മതിയോ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമാണെങ്കിൽ കൂടുതൽ അളവിൽ തന്നെ ചേർക്കാം കേട്ടോ. വലിയ താല്പര്യം ഇല്ല, അത് കാരണം കുറച്ച് ഉള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 ഇല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 2 പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 വലിയ പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനൊന്ന് വഴന്ന് വരണം. വഴന്നിട്ട് നല്ല എന്താ പറയുക, ഈ ഒരു മസാലയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം, മാഷായിട്ട് തന്നെ വരണം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നുള്ളൂ. അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. വറുത്ത് വെച്ച ആ ഒരു സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിൽ നിന്നൊരു പകുതിയോളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം അളവിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്പൂൺ തന്നെ കുരുമുളക് പൊടി, മസാല, അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് മാറി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഒരു ചെമ്മീൻ പീസസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുതിന മുറിച്ചത് ഇട്ട് കൊടുക്കാം. വലിയൊരു പിടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പിടി. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർക്കാട്ടോ. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ നമ്മൾ എടുക്കണ ചെമ്മീനും നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഫ്ലേവറുള്ള ചെമ്മീനായിരിക്കണം. അപ്പോഴായിരിക്കും ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇതിൻ്റെ കൂടെ ഒന്ന് വഴന്നു നോക്കാം. 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആണെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം. നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്യാം. അപ്പോഴായിരിക്കും ചെമ്മീൻ്റെ ഫ്ലേവേഴ്സ് മസാലയിലേക്ക് ഒക്കെ നന്നായിട്ട് വരുള്ളൂ. ചേച്ചി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തുറന്ന് നോക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ പാത്രം എടുക്കാം. നമുക്ക് ഈ തയ്യാറാക്കി വെച്ച ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടല്ല കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. ദം ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വന്നോളൂ. ഇതുപോലെ ഒന്ന് നമുക്ക് നിരത്തി കൊടുക്കാം. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച ഒരു റൈസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. വെന്ത് പോയിട്ടൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്നട്ടും കിസ്മിസും വറുത്തെടുത്തത്. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കാം. റൈസ് തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. മുകളിൽ നമുക്ക് പുതിനയിലും മല്ലിയിലും മുറിച്ചതിട്ട് കൊടുക്കണം. അതുപോലെ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തത് ആയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക ഗരം മസാല ഉണ്ടല്ലോ ഇട്ട് കൊടുക്കേണ്ട ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ മതി. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്നും ചെയ്യണില്ല. വെച്ച് കൊടുക്കാം. പാനിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 5 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ നമുക്കിത് ദം ചെയ്തെടുക്കാം. അടിഭാഗം കരിഞ്ഞു വരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുക. അതുപോലെ താഴെ വെച്ചിരിക്കുന്ന പാനും നല്ല കട്ടി ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഇത് ദമ്മായിട്ട് വന്നോട്ടെ. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ തുറന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ബിരിയാണിയൊക്കെ ഒന്ന് തണുത്തിട്ട്, അതായത് കുറച്ച് സമയം ഇരുന്നിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തീരെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് മുകൾ ഭാഗം മാത്രം ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബിരിയാണി നമ്മൾ എടുക്കുക ഒരു ഭാഗത്തു നിന്നാണല്ലോ എടുക്കുക. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് എടുക്കാം. കൈമ റൈസ് ആകുമ്പോൾ പിന്നെ എന്താ പറയുക, ബിഗിനേഴ്സിന് ഇതുപോലെ ആദ്യമായിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നവർക്ക് വെന്ത് കുഴഞ്ഞു പോകുന്നുള്ളൊരു പേടി വേണ്ട. ഇതുപോലുള്ള ജീര റൈസൊക്കെ ആകുമ്പോൾ. ബസ്മതി റൈസ് ആകുമ്പോഴാണ് വെന്ത് കുഴഞ്ഞൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലും. അടിപൊളി പ്രോൺസ് ബിരിയാണി അല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വറുത്തെടുത്ത ഒരു സവാളയും കാഷ്നറ്റും എല്ലാം ഇട്ട് കൊടുക്കാം. തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമുണ്ടോ? ചെമ്മീൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നല്ല മണമൊക്കെ ഉണ്ട്. നല്ല ബിരിയാണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് റായത്തയുടെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ഇല്ല. ആവശ്യത്തിനുള്ള മസാല മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചെമ്മീൻ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തായാലും ഇഷ്ടമാണ്. ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ 4 ലക്ഷത്തിലേക്ക് എത്തുന്നുണ്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.